പി.വി. അൻവർ വീണ്ടും യു.ഡി.എഫ് പ്രവേശന സാധ്യത തേടി രംഗത്ത്. മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ മുന്നണി പ്രവേശനത്തിൽ ഉറപ്പു നൽകി രംഗത്ത് വന്നതോടെ അൻവർ എങ്ങനെയെങ്കിലും മുന്നണിയിൽ കയറാൻ ശ്രമം ഊർജിതമാക്കി. എന്ത് ത്യാഗം സഹിച്ചും യു.ഡി.എഫിനൊപ്പം നിൽക്കുമെന്ന മുൻ എം.എൽ.എയും ടി.എം.സി നേതാവുമായ പി.വി. അൻവർ ഇന്ന് വ്യക്തമാക്കി. വി.ഡി. സതീശനെതിരെ ഉന്നയിച്ച പഴയ വിമർശനം മയപ്പെടുത്തിക്കൊണ്ടാണ് അൻവർ രംഗത്ത് വന്നത്. പിന്തുണയ്ക്കാൻ ഒരു കണ്ടീഷനും തൃണമൂൽ കോൺഗ്രസിനില്ല. പിണറായി സത്തെ തടയാൻ എന്തു ചെയ്യും? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായ നിലപാടല്ല. സതീശനസത്തേക്കാൾ കേരളത്തിന് ഭീഷണി പിണറായി സമാണ്. PM ശ്രീ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് പിണറായി വിജയൻ കുടുംബത്തെ കേസുകളിൽ നിന്ന് രക്ഷിക്കാനെന്നും പി.വി. അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർബന്ധത്തിലാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നത്. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. മുമ്പ് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ശരിയായി മാറി. ബഡ്ജറ്റിന്റെ 1% പോലും വരാത്ത പണം നേടാനാണോ ഒപ്പിട്ടത്? മതേതരത്വത്തെ പിണറായി സർക്കാർ തൂക്കിവിറ്റു. പിണറായിയുടെ വ്യക്തിപരമായ ആവശ്യത്തിനാണിതെന്നും പി.വി. അൻവർ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സൽക്കാരം സ്വീകരിക്കാനാണ് പിണറായി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയതെന്നും അൻവർ ആരോപിച്ചു. BJP പിണറായി ബന്ധം അടിവരയിടുന്നതാണ് PM ശ്രീയിലിട്ട ഒപ്പെന്നും പി.വി. അൻവർ പറഞ്ഞു. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു.ഡി.എഫിന് അനുകൂലമായ നിലപാടാണ് പാർട്ടി സ്വീകരിക്കുക. PM ശ്രീയിൽ CPI എന്തു നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം 27-ന് അറിയാം. അതിനുശേഷം അക്കാര്യത്തിൽ പ്രതികരിക്കാമെന്നും അൻവർ പറഞ്ഞു. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എല്ലായിടത്തും UDF ആയി തന്നെ മത്സരിക്കണമെന്നും മുന്നണി സംവിധാനത്തിന് പുറത്തുള്ള മത്സരം ഒരു കാരണവശാലും ഉണ്ടാവരുതെന്നും മുസ്ലിം ലീഗ് മേഖല നേതൃയോഗങ്ങളിൽ ധാരണയായിരുന്നു. അൻവറുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള നിലപാടിലാണ് ലീഗ്. സീറ്റ് വിഭജന ചർച്ചകളിൽ തർക്കം ഉയർന്നു വന്നാൽ വിട്ടുവീഴ്ച ചെയ്തും കോൺഗ്രസുമായുള്ള ബന്ധം നിലനിർത്തണം. ആവശ്യമെങ്കിൽ മുന്നണിക്ക് പുറത്തുള്ള കക്ഷികളുമായി പ്രാദേശിക നീക്കുപോക്കുകൾക്ക് തടസ്സമില്ല. ഒരു വാർഡിൽ പി.വി. അൻവറിന്റെ വോട്ട് നിർണായകമാണെങ്കിൽ അവരുമായി നീക്കുപോക്ക് നടത്താം. നിലമ്പൂർ നഗരസഭയിൽ അൻവറിനെ നിർബന്ധമായും സഹകരിപ്പിക്കണം. CPM-മായി CPI ഇടഞ്ഞു നിൽക്കുന്ന പഞ്ചായത്തുകളിൽ അവരുമായി സീറ്റ് ധാരണയ്ക്ക് ശ്രമിക്കാമെന്നും നേതൃയോഗം തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറുമായി സഹകരിക്കാൻ തയ്യാറെന്ന് പ്രാദേശിക സാഹചര്യം നോക്കിയാണ് തീരുമാനമെന്ന് PMA സലാം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം സഹകരണത്തിന് ആവശ്യപ്പെടുന്നത് ശരിയല്ല. ഒരുമിച്ചിരുന്ന് ആലോചിച്ച് സഹകരിക്കുന്നതിൽ UDF-ന് വിരോധമില്ലെന്നും PMA സലാം പറഞ്ഞിരിക്കുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നേരത്തെയും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും PMA സലാം പറഞ്ഞു. UDF-നുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ പരസ്യമാക്കിക്കൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF-ന്റെ നീക്കം. പ്രാദേശികമായി UDF വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്ക് നടത്തുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പി.വി. അൻവറുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ മുന്നണിയിൽ പ്രവേശിക്കാമെന്ന പ്രതീക്ഷയിലാണ് അൻവർ. ലീഗ് നേതാക്കൾക്ക് പുറമെ കോൺഗ്രസിലെ നേതൃതലത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.